Hello everyone, welcome all of you to Math Mantra. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB Group Dയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സോൾവ്ഡ് ആൻസേഴ്സുമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ടൈം സേവ് ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എക്സാംസിൻ്റെ ഒരു പാറ്റേൺസ് എങ്ങനെയാണെന്ന് പിടികിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. The sum of two numbers is 45 and the ratio is 7:8. The numbers are option A 2025, 2124, 2223, none of this. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ തുക എന്ന് പറയുന്നത് 45 ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 7:8 ആണ് എങ്കിൽ നമ്പേഴ്സ് എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ കിട്ടാവുന്നതാണ്. ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഓപ്ഷൻസിൽ ഇതുമായിട്ട് റിലേഷനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഓപ്ഷൻ ബി നോക്കുമ്പോൾ 21, 24 എന്ന് കാണുന്നു. സോ ഈ 7:8 ഒരു റിലേഷൻ ഉണ്ട്. കാരണം 7 × 3 ആണ് 21, 8 × 3 ആണ് 24. സോ നമുക്ക് അപ്പോൾ തന്നെ ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ്. 21, 24 ആണ് ആ നമ്പേഴ്സ്. കാരണം അത് കൂട്ടുമ്പോഴും 21, 24, 45 ആണ്. ഈ 7:8 റേഷ്യോയും വരുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടൈം സേവ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഈ ക്വസ്റ്റ്യൻ നോർമൽ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. രണ്ട് നമ്പേഴ്സിൻ്റെ സം 45 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആ രണ്ട് നമ്പേഴ്സിനെ 7x എന്നും 8x എന്നും എടുക്കാം. കാരണം ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 7:8 ആണ്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അത് തമ്മിലുള്ള സം എന്ന് പറയുന്നത് 45 ആണ്. അതായത് 7x + 8x = 45. അതിൽ നിന്ന് 7x + 8x 15x = 45 എന്ന് കിട്ടും. x = 45/15 = 3 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. സോ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് 7 × 3 21 8 × 3 24 ആണ്. സോ നമുക്ക് ഓപ്ഷൻ ബി തന്നെ ആൻസർ കിട്ടി. സോ ആദ്യം പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ ആൻസർ കിട്ടും. സോ അങ്ങനത്തെ ഓപ്ഷൻ എലിമിനേഷൻ വേണം ആദ്യം നോക്കാനായിട്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ ഓഫ് 349 ഈസ് ഡാഷ്. ഓപ്ഷൻ എ 122801, ബി 122881, സി 121801, ഡി നൺ ഓഫ് ദി എബവ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും 349 × 349 ചെയ്ത് നോക്കും. സോ അതിനേക്കാളും ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 349 നമുക്ക് എങ്ങനെ എഴുതാം? 350 - 1 എന്ന് എഴുതാം. സോ 349 സ്ക്വയർ എന്ന് പറയുന്നത് 350 - 1 × 350 - 1. ഇനി നമുക്ക് a - b the whole square is equal to a² + b² - 2ab എന്നുള്ള ഫോർമുല അറിയാം. സോ അതിവിടെ യൂസ് ചെയ്യുക. ഇത് a - b the whole square ഫോർമാറ്റിലാണുള്ളത്. സോ അത് എക്സ്പാൻഡ് ചെയ്യുക. a എന്ന് പറയുന്നത് ഇവിടെ 350, b എന്ന് പറയുന്നത് 1 ആണ്. സോ a² 350² + 1² - 2 × 350 × 1 ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇനി നമുക്ക് 350² എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം 5ൻ്റെ ലാസ്റ്റ് 5 വരുന്നതിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ് നോക്കാം. 35² നമുക്കിത് എങ്ങനെയാണ് ചെയ്യാം? 35² വരുമ്പോൾ ലാസ്റ്റ് 5 ആണല്ലോ. അപ്പോൾ 25 എന്ന് തന്നെ എഴുതുക. ഇനി ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക. 3യുടെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്? 4 ആണ്. സോ 3 × 4 12. സോ 12, 25 ആയിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്നതിൻ്റെ സ്ക്വയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് 45ൻ്റെ ഇതുപോലെ നോക്കാം. 45² ഇതുപോലെ 5ൻ്റെ ലാസ്റ്റ് 25 അതുപോലെ എഴുതുക. 4 കഴിഞ്ഞിട്ട് തൊട്ടടുത്തത് 4 × 5. സോ 20. സോ 20, 25 ആണ് ഇതിൻ്റെ ആൻസർ. സോ ഇങ്ങനെ 5 യൂസ് ചെയ്തിട്ടുള്ള സ്ക്വയേഴ്സ് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. സോ ഇനി 350² എങ്ങനെ എഴുതാം? 35² 1 2 25 ആണ്. ഇനി അതുപോലെ ഒരു 0യുടെ സ്ക്വയർ, 0യുടെ ഇത് ഇവിടെ
2 0 എഴുതുന്നു, പ്ലസ് 1 സ്ക്വയർ 1 മൈനസ് 2 ഇൻറ്റു 350 ഇൻറ്റു 1 മൈനസ് 700. സോ ഇത് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 121,801 എന്ന ആൻസർ ആയിരിക്കും കിട്ടുക. നോക്കാം. If 25 into 32 is equal to 800, then 2.5 into 0.32 is equal to dash. ക്വസ്റ്റ്യനിൽ 25 into 32 800 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് 2.5 into 0.32 ആണ്. സോ ഈ 800 അതുപോലെ എഴുതുക. ഇനി ക്വസ്റ്റ്യനിലെ പോയിന്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പ്ലേസ് ഉണ്ട്? 2 + 1 3 പ്ലേസ് ഉണ്ട്. എന്നിട്ട് 008 ഈ സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 3 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വേണം മാറ്റി പോയിന്റ് ഇടാനായിട്ട്. സോ നമുക്കിപ്പോൾ തന്നെ ആൻസർ കിട്ടി 0.800. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. വേറൊന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The difference between the compound interest and simple interest on a sum of money at the rate of 10% per annum for 2 years is ₹50. The principal amount is dash. Option A 5,500, 5,000, 4,000, none of the above. അതായത് ഒരു നിശ്ചിത തുക 10% ഇൻട്രസ്റ്റ് റേറ്റിൽ 2 വർഷത്തേക്ക് നിശ്ചയിപ്പിച്ചപ്പോൾ കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ്, അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 50 രൂപയാണ്. എങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് P × R²/100² ആണ്. അതായത് 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. P R²/100² ആണ്. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. P നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 10% എന്ന്. സോ R² ആണ്. സോ 10², 100² അതുപോലെ എഴുതി. is equal to P × 10². 10 × 10/100 × 100. 10, 10, 100 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് P/100 ആണ്. സോ P/100 ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് ഈ P, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. സോ P ഈക്വൽ ടു 50 × 100. സോ നമുക്ക് 5,000 എന്ന ആൻസർ കിട്ടി. സോ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല പഠിച്ചു വെക്കുക. P × R²/100². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ പേയ്സ് ഓഫ് 3/20th of his debt every month. At the end of 6 months, his balance debt is ₹290. How much debt has he cleared off every month? ഒരാൾ അയാളുടെ കടത്തിൻ്റെ 3/20 ഓരോ മാസവും അടച്ചു തീർക്കുന്നു. 6 മാസം കഴിയുമ്പോൾ ബാലൻസ് ഉള്ള കടം എന്ന് പറയുന്നത് 290 രൂപയാണ്. എങ്കിൽ ഓരോ മാസവും അയാൾ അടച്ചു തീർക്കുന്ന കടം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 500, 450, 435 ആൻഡ് 400. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അയാൾ ഒരു മാസം അടയ്ക്കുന്നത് 20/3 അതായത് 20 രൂപ ഉണ്ടെങ്കിൽ 3 രൂപ അയാൾ ഒരു ദിവസം അടച്ചു തീർക്കുന്നു, ഒരു മാസം അടച്ചു തീർക്കുന്നു. സോ ഒരു മാസത്തെ അയാൾ അടച്ചു തീർക്കുന്ന കടം എന്ന് പറയുന്നത് 20/3. സോ ഇനി 6 മാസം കഴിയുമ്പോൾ അയാൾക്ക് ബാക്കിയുള്ള തുക 290 തന്നിട്ടുണ്ട്. ഒരു മാസം 20/3 അടച്ചു തീർക്കുമ്പോൾ 6 മാസം കൊണ്ട് 20/3 × 6
അടച്ചു തീർക്കും. സോ 3 × 6 18/20. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9/10 എന്ന് കിട്ടും. സോ 6 മാസം കൊണ്ട് ഇയാൾ 10/9 ഭാഗം കടവും അടച്ചു തീർക്കുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളത് 290 രൂപയാണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 6 മാസം കൊണ്ട് 10/9 ഭാഗം കടവും വീട്ടി തീർക്കുന്നു. പത്തിൽ 9 ഭാഗവും വീട്ടി തീർത്തപ്പോൾ ബാക്കി ഇനിയുള്ളത് കടം 1/10 ഭാഗമാണ്. സോ 1/10 ബാലൻസ് ഉണ്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് 290 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ 10 ഭാഗം എന്ന് പറയുന്നത് 290 ആണ്. 290 റുപ്പീസ് ആണ് 10 ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ 10 ഭാഗം 290 ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 290 × 10, അതായത് 2900 ആയിരിക്കും ടോട്ടൽ കടമുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓരോ മാസം എത്ര കടം വീട്ടി തീർക്കുന്നു എന്നുള്ളതാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു മാസം 20ൽ 3 ഭാഗം കടം വീട്ടി തീർക്കുന്നു. സോ ടോട്ടൽ 2900-നെ 20 പാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ 3/20 ഓഫ് 2900 ഈസ് ഈക്വൽ ടു നമുക്ക് 435 എന്ന ആൻസർ കിട്ടും. സോ ഒരു മാസം വീട്ടി തീർക്കുന്ന കടം എന്ന് പറയുന്നത് 435 രൂപയാണ്. അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ നിന്ന് 6 മാസത്തെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ബാലൻസ് 10 ഭാഗം എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കണ്ടുപിടിച്ചു. ടോട്ടലിൽ നിന്ന് 3/20 ചെയ്തപ്പോൾ 435 എന്ന് കിട്ടി. Next question. The edges of a cuboid are in the ratio 1:2:3 and its surface area is 88 cm square. The volume of the cuboid is dash. Option A 24 cm cube, 48 cm cube, 64 cm cube, 120 cm cube. അപ്പോൾ ഒരു ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പാണ്. ഇതിന് ലെങ്ത് കാണും, ബ്രെഡ്ത്ത് കാണും, ഹൈറ്റ് കാണും. അപ്പോൾ ഈ ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് വോള്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ആ എഡ്ജസ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. 1:2:3 ആണെന്ന്. സോ നമുക്ക് ലെങ്ത്തിനെ x ആയിട്ടും ബ്രെഡ്ത്തിനെ 2x ആയിട്ടും ഹൈറ്റിനെ 3x ആയിട്ടും എടുക്കാം. കാരണം അത് തമ്മിലുള്ള റേഷ്യോ 1:2:3 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലെങ്ത്ത് x, ബ്രെഡ്ത്ത് 2x, ഹൈറ്റ് 3x എന്ന് എടുക്കുന്നു. സോ ഇനി സർഫസ് ഏരിയ, ഒരു ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് 2 × LB + LH + BH. 2 times LB, ലെങ്ത് × ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് × ഹൈറ്റ് പ്ലസ് B × H. സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 × ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 × ലെങ്ത് എന്ന് പറയുന്നത് x ആണ്, ബ്രെഡ്ത്ത് 2x. സോ 2 × 2x² + 3x² + 6x² ഈക്വൽ ടു 88 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 × 2x² + 3x² + 6x². സോ 11x² ഈസ് ഈക്വൽ ടു 88 എന്ന് കിട്ടുന്നു. 2 × 11 22x² ഈസ് ഈക്വൽ ടു 88. അതിൽ നിന്ന് x² ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. സോ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. ബ്രെഡ്ത്ത് 2 × 2x ആയതുകൊണ്ട് 2 × 2, ഹൈറ്റ് 3 × 2 6 ആണ്. സോ നമുക്ക് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഒക്കെ കിട്ടി. ഇനി വോളിയം ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറയുന്നത് ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് ആണ്. അപ്പോൾ ആ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടിയ ആൻസർ, അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു L × B × H. ലെങ്ത് 2 ആണ്,
ബ്രെഡ്ത്ത് 2 ഇൻറ്റു എക്സ്, 2 2s are 4. ഹൈറ്റ് 3 ഇൻറ്റു എക്സ്, 3 2s are 6 ഈസ് ഈക്വൽ ടു 48 cm³ എന്ന് ആൻസർ കിട്ടി.